ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിനിടെയുണ്ടായ യൂത്ത് കോൺഗ്രസ് പോലീസ് സംഘർഷത്തിൽ രമേശ് ചെന്നിത്തല പക്ഷത്തിന് കടുത്ത എതിർപ്പ്. പ്രശ്നങ്ങളുണ്ടാക്കിയത് കെ.സി. പക്ഷ നേതാക്കളാണ് എന്നാണ് വിമർശനം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം.പി. പ്രവീണിന്റേത് അപക്വമായ നടപടി. പോലീസ് നടപടിയിൽ വീഴ്ചയില്ല എന്നും പ്രകോപനമുണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് എന്നുമാണ് വിമർശനം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം.പി. പ്രവീൺ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോലീസുമായി സംഘർഷത്തിലേർപ്പെട്ടത്. ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടാകുമോ എന്ന ചോദ്യത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല ഒഴിഞ്ഞുമാറി. പോസ്റ്റ് ഓഫീസ് വെച്ച് അജിത്കുമാറിന് പറയാം, എല്ലാം പറയാം. അല്ല പൊന്നേട്ടാ, ഒന്ന് മാറിക്കൂടെ. ഇതൊക്കെ പഴയ കേസുകളാണ്. അരിതാ ബാബുവിന്റെ കോളറിനെ പിടിച്ചു എന്നാണ് പറയുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ് മഹിപാൽ, ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗവും പോലീസും തമ്മിൽ ഈ സംഘർഷങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന കേസുകളിലൊക്കെ നടപടിയെടുക്കുകയാണെങ്കിൽ അത് പാർട്ടി പോലീസ് എന്ന് വിളിക്കപ്പെടും. ആഭ്യന്തര വകുപ്പിന് അക്കാര്യത്തിൽ അങ്ങനെ വിശേഷിപ്പിക്കപ്പെടാൻ താല്പര്യവുമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, കെ.സി. പക്ഷ നേതാക്കളാണ് ഈ പോലീസുമായി വലിയ സംഘർഷമുണ്ടാക്കിയത്. അവരുടെ ഭാഗത്തു നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം തുടങ്ങിയ വിലയിരുത്തലുകളാണ് ആഭ്യന്തര വകുപ്പിനുള്ളത് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. മാധു, ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിനകത്ത് വെച്ച് നടത്തിയ പ്രതിഷേധത്തിലായിരുന്നു പോലീസും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എം.പി. പ്രവീണൊപ്പത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു അടക്കമുള്ള നേതാക്കളുമായി വലിയ സംഘർഷമുണ്ടായത്. ഇതിൽ പരാതി അരിതാ ബാബു പ്രത്യേകമായും യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വവും എസ്.പിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരുന്നു. ആ പരാതി പരിശോധിക്കാൻ എസ്.പി നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം തേടി. ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പോലീസിന് അനുകൂലമാണ്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ല, ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന ഇത് ചെയ്തത് യൂത്ത് കോൺഗ്രസ് ആണെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ഇങ്ങനെ ഇരിക്കെയാണ് ഇതിനെതിരെ ഇപ്പോഴത്തെ ഈ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിലെ കെ.സി. അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അവിടെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയായിരുന്നു. എം.പി. പ്രവീൺ, ജില്ലാ പ്രസിഡന്റേത് അപക്വമായ തീരുമാനമായിരുന്നു എന്ന് ആരോപിക്കുന്നത് രമേശ് ചെന്നിത്തല അനുകൂലിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ വിഭാഗമാണ്. അവർ പറയുന്നത് ഒരു കാരണവശാലും ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ പാടില്ല. കാരണം ഉദ്യോഗസ്ഥൻ ചെയ്തത് അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണം മാത്രമാണ്. അവിടെ ഒരു കേന്ദ്ര ഭരണത്തിലുള്ള ഒരു ഓഫീസിനകത്ത് അങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ സ്വാഭാവികമായി അവരെ മാറ്റി. പക്ഷേ അരിതാ ബാബുവിനെ പോലുള്ളവരുടെ പരാതി തങ്ങളുടെ ഒരു പുരുഷ പോലീസ് തങ്ങളുടെ കുത്തിനെ, അതായത് കോളർ കയറി പിടിച്ചു എന്നതാണ്. അതിൽ പരാതി നൽകിയിട്ടും അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നേരിട്ട് മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിച്ചു അരിതാ ബാബുവിനെ അടക്കം കയ്യേറ്റം ചെയ്തില്ലേ എന്ന ചോദ്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. സ്വാഭാവികമായി തന്നെ രമേശ് ചെന്നിത്തല അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഇതിനെതിരെ കഴിഞ്ഞ കമ്മിറ്റി യോഗത്തിന് രംഗത്ത് വന്നിരുന്നു. അനാവശ്യമായ ആഭ്യന്തര വകുപ്പിനെ സംശയമുണ്ട് അല്ലെങ്കിൽ കരുതലിലാക്കുന്ന രീതിയിൽ എന്തിനാണ് ആഭ്യന്തര വകുപ്പിൽ സംബന്ധിച്ച് പോലീസും യൂത്ത് കോൺഗ്രസുമായി കെ.സി. വേണുഗോപാൽ പൂർണ്ണ പിന്തുണയാണ് ഇവർക്ക് നൽകിയത്. എം.പി. പ്രവീണൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. കെ.സി.യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല പോലീസിന് എന്നുള്ളതായിരുന്നു കെ.സി.യുടെ വിമർശനം. പക്ഷേ ആ കാര്യങ്ങളൊന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല. അതേ മാതിരി കോൺഗ്രസിന്റെ എ.സി.സി ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന് ഈ വിഷയത്തിലും ഒരു നിലപാടും, ഒപ്പം ആഭ്യന്തര വകുപ്പ് പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മറ്റൊരു നിലപാട് തന്നെയാണ്. ഒരു പ്രാദേശിക വിഷയമാണെങ്കിൽ കൂടി ഈ വിഷയത്തിൽ രണ്ടു പേർ സ്വീകരിക്കുന്ന നിലപാടാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിൽ തുടങ്ങിയ പോര് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കൂടി മാറിയിട്ടുണ്ട്. എന്താണെങ്കിലും ആലപ്പുഴ സൗത്ത് സി.ഐയുടെ പേര് ബിനീഷ് എന്നാണ്. തിരുവനന്തപുരം പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലേക്ക് അടുത്ത ആഴ്ച തന്നെ സ്ഥലം മാറേണ്ട ആളാണ്. ഈ ഉദ്യോഗസ്ഥനെ വടക്കൻ ജില്ലകളിലേക്ക് എവിടെയെങ്കിലും സ്ഥലം മാറ്റണമെന്നാണ് നിലവിൽ കെ.സി. പക്ഷത്തിന്റെ ആവശ്യം. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.